6 വട്ടം തോറ്റിട്ട് തന്നെയാണ് 7ാമത്തെ വട്ടം എക്സാമിലോട്ട് വന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ എല്ലാവരെയും റോൾ മോഡലായി. ഒറ്റ രാത്രി കൊണ്ട് ഐ ബിക്കം എ ഹീറോ. ആൻഡ് ഡൽഹി ഈസ് വെരി കോസ്റ്റ്ലി ഓൾസോ, ടു കോസ്റ്റ്ലി. അവിടെ എല്ലാത്തിനും ഭയങ്കര പൈസ. ഞാൻ അതിന് പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത മെത്തേഡ് എന്തെന്ന് വെച്ചാൽ, ഇത് 4 ക്വസ്റ്റ്യൻസ് ഐ ചൂസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് തന്നെ ദ ഹിന്ദു ന്യൂസ് പേപ്പറിനടുത്ത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ബിക്കോസ് വെൻ വി സ്റ്റാർട്ടഡ് അവർ പ്രിപ്പറേഷൻ ഫേസ് വി ഡിഡ്ന്റ് ഹാഡ് ദിസ് ഓപ്പർച്യൂണിറ്റി. ടോപ്പേഴ്സിനെ കാണാനും ടു ഹാവ് എ ഡിസ്കഷൻ വിത്ത് ദം ഓർ ടു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് കാര്യങ്ങളെ നോക്കി കാണേണ്ടതെന്നെല്ലാം പറഞ്ഞു തരാനോ ഒരു ഓർഗനൈസേഷൻ ലെവലിലോ ഒരു സപ്പോർട്ട് കിട്ടില്ല. സോ ഐ ആം ആക്ച്വലി ഹാപ്പി സച്ച് എ പ്രോഗ്രാം ഈസ് ബീൻ കോർഡിനേറ്റഡ് ആൻഡ് ഹാപ്പനിങ് ഹിയർ. നിങ്ങൾ പലരും നിങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് സിവിൽ സർവീസ് ആസ്പിറൻസ് ആയിരിക്കാം. ഞാനും അതുപോലെ എൻ്റെ കുടുംബത്തിലെ ഫസ്റ്റ് സിവിൽ സർവീസ് ആസ്പിറൻറ്റുമാണ്, ഫസ്റ്റ് സിവിൽ സർവൻറ്റുമാണ്. സോ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ പ്രിപ്പറേഷൻ, ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള പലരെയും പോലെ ചിലപ്പോൾ ചില രീതിയിലുള്ള കുത്തുവാക്കുകളും, കിട്ടുമോ, പറ്റുമോ, വേണോ, ദുബായി പോയാൽ പോരെ, മാമൻ്റെ ജോലി ഉണ്ടല്ലോ അവിടെ, വി ഹാവ് ബിസിനസ് ദർ, എന്തിനാണ് തുടങ്ങുന്നതെന്നെല്ലാം പല ചോദ്യങ്ങളും കേട്ടിട്ടുള്ളതാണ്. ഇറ്റ് ജസ്റ്റ് ടുക്ക് വൺ എക്സാമിനേഷൻ ഫ്രം വിച്ച് ഐ വാസ് ടേൺ ഫ്രം സീറോ ടു ഹീറോ. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് ദിസ് പേപ്പർ. സോ ഒറ്റ രാത്രി കൊണ്ട് ഞാൻ എല്ലാവരെയും റോൾ മോഡലായി. ഒറ്റ രാത്രി കൊണ്ട് ഐ ബിക്കം എ ഹീറോ. ഒറ്റ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നതോടു കൂടിയിട്ട് എല്ലാവരും എന്നെ കണ്ടു പഠിക്കാൻ തുടങ്ങി. സോ what I'm telling is the exam is worth it. ഇവിടെ മാഡം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതിലേക്കുള്ള ഉപരി ഞാൻ എൻ്റെ ലൈഫിലെ കുറച്ച് മാറ്റേഴ്സ് ഐ ജസ്റ്റ് ഹാവ് എ ഡിസ്കഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വളരെ നല്ല രീതിയിലുള്ള ഐഡിയ കിട്ടിയെന്നറിയാം. ദേ ആർ ടോപ്പേഴ്സ് ചെയ്യോ, അവർ ഇപ്പോൾ കറണ്ട് ഫീൽഡിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാലും ഐ ജസ്റ്റ് ഹാവ് എ സ്മോൾ ഡിസ്കഷൻ അബൌട്ട് ഹൗ മൈ ലൈഫ് വാസ് അബൌട്ട്. സോ ആസ് സെഡ്, ഐ വാസ് ഇൻ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒരിക്കലും സിവിൽ സർവീസ് ആസ്പയർ ചെയ്തിട്ടുള്ളൊരു സ്റ്റുഡൻ്റ് അല്ല ഞാൻ. നല്ലൊരു സ്പോർട്സ് താരമായിരുന്നു. തൃശ്ശൂർ സായിലെ ഒരു 7-8 വർഷം കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടും അത്ലറ്റിക്സിൽ അത്ലറ്റിക്സിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് വൺസ് അണ്ടർ 18, അണ്ടർ 20 ഫാസ്റ്റസ്റ്റ് അത്ലറ്റ് ഇൻ കേരള. ഐ ഹാവ് റെപ്രസെൻറ്റഡ് കേരള ടീം. ഞാൻ പൊക്കി പറയുന്നതല്ല, ഐ വാസ് ജസ്റ്റ് കമ്മിങ് ടു ദ മാറ്റർ. സോ അങ്ങനെ കുറച്ച് നാഷണൽസും ഗോട്ട് 35 നാഷണൽ മെഡൽസ്, കുറച്ച് ഫസ്റ്റും 1-2 റെക്കോർഡുകളെല്ലാം കിട്ടി. ഞാൻ നല്ല രീതിയിൽ സർവീസ് പോകുന്ന ടൈമിലാണ് 2012 ഡിസംബറിൽ ദർ വാസ് എ ഇൻ്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അത് നടന്നത് കല്യാണി യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ്. സോ ഐ വാസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. So we were a batch of 150. We were champions that year. So that was a December time, winter time varnu. So unfortunately, fortunately, I was met with a very bad injury. ഒരു ഇഞ്ചറിയിൽ നിന്നും എന്താ പറയുക, ഫസ്റ്റ് ഗ്രേഡ് ഇഞ്ചറി ആയിരുന്നു. ഐ ഹാഡ് എ വെരി ബാഡ് ആംസ്ട്രിങ് പുൾ ആൻഡ് അഡക്ടർ മസിൽ ടിയർ. അതിന് ഇറ്റ് ടുക്ക് എ വെരി ലോങ് ടൈം ഫോർ മീ ടു റിക്കവർ. സോ അറ്റ് ദാറ്റ് ടൈം ഇവിടെ ചിലർക്ക് അറിയാം MEG, മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ദർ ഇസ് എഞ്ചിനീയറിംഗ് കോർപ്സ് ഇൻ ആർമി. സോ അതിൽ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഇഞ്ചറി ഐ വാസ് നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ സെലക്ഷൻ പ്രോസസ്. എനിക്ക് ആ ജോലി കിട്ടിയില്ല. മൈ അത്ലറ്റിക്സ് കരിയർ വാസ് ഓവർ ബിക്കോസ് ഇഞ്ചറിക്ക് ശേഷം ഇറ്റ് ടുക്ക് മീ കൺസൾട്ട് ഡോക്ടർ ടെൽ മീ 1-1.5 വർഷത്തെ സ്ട്രോങ് റിക്കവറി പീരീഡ് ആവശ്യമുണ്ടായിരുന്നു. സോ അതെന്ന് പറയുന്നത് 21-22 വയസ്സ് കാലഘട്ടമാണ്. അപ്പോൾ ഒരു അത്ലറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലത്ത് കയറി പറ്റേണ്ട ഒരു സമയമാണ്. സോ അങ്ങനെ ഒരു അത്ലറ്റ് ആവണമെന്ന് വിചാരിച്ച് രാജ്യത്തിന് വേണ്ടി ഓടുമെന്ന് വിചാരിച്ച അവസരം ഞാൻ എത്തിയത് IPSലാണ്. സോ വാട്ട് ഐ വാണ്ട് ടു ടെൽ ഈസ് നോട്ട് ഓൾ ഫെയിലിയേഴ്സ് ആർ ബാഡ് ഇൻ ലൈഫ്. സോ ലൈഫിൽ one thing that you can take from me is life is not easy. Failures will happen in life. Because coming to the first point about this examination, the examination there are, like,
10 ലക്ഷം പേര് എക്സാമിനേഷൻ എഴുതും. അതിനകത്തൊരു 15,000 പേര് മെയിൻസ് ക്ലിയർ ചെയ്യും. അതിനകത്തൊരു 1000 പേര് ഫൈനലിസ്റ്റിൽ വരും. 1000 പേരിൽ ഫസ്റ്റ് 100 അറൗണ്ട് 85 IAS കിട്ടും. ദെൻ ഡൗൺ ദ ലൈൻ റാങ്ക് കിട്ടും. സോ അതിൽ മനസ്സിലാവുന്ന വേറൊരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ 10 lakh എഴുതിയിൽ 1000 പേരാണ് ക്വാളിഫൈ ചെയ്യുന്നത്. സോ ഇറ്റ് ഹാസ് എ ഡിഫറെൻറ്റ് കണോട്ടേഷൻ. ഇറ്റ് മീൻസ് 9,99,000 പേര് എക്സാം പാസ്സാവില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ 99.99999% തോൽക്കാൻ ചാൻസുള്ള ഒരു എക്സാമിനേഷനാണ്. അതിൻ്റെ മറുപുറം വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കാൻ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ 0.0001% വിക്ടറി അല്ലെങ്കിൽ വിന്നിങ് മാർജിനുള്ള എക്സാമിനേഷനാണ്. സോ ഇൻ ദിസ് എക്സാമിനേഷൻ ഫെയിലിയേഴ്സ് ആർ പാർട്ട് ആൻഡ് പാർസൽ. ഞാൻ എൻ്റെ 7ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്തത്. ഇവിടെ ഞാൻ 7 എന്ന് പറയുന്നത് വരെ ആർക്കും അറിയില്ലായിരിക്കും ഞാൻ 7ാമത്തെ അറ്റംപ്റ്റിലാണ് സിവിൽ സർവീസ് ക്വാളിഫൈ ചെയ്തതെന്ന്. 6 വട്ടം തോറ്റിട്ട് തന്നെയാണ് 7ാമത്തെ വട്ടം എക്സാമിലോട്ട് വന്നത്. ആ 6 വട്ടം തോറ്റിട്ടും എക്സാമിനേഷന് മാറാതെ അല്ലെങ്കിൽ സ്വയം സെൽഫ് കോൺഫിഡൻസ് മാറാത്ത ഒന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഫോർ ഓൾ സ്റ്റുഡൻസ് ഹിയർ ഫ്രം എ സീനിയർ, വാട്ട് ഐ ക്യാൻ ഗ്യാരണ്ടി ഈസ് certain degree of failures will happen during the preparation. Face for it, brace for it. If you are ആ ഒരു തിങ്കിങ് പ്രോസസ്സ് ഓവർകം ചെയ്താൽ ഇതൊരു ഓണം കയറാൻ അല്ലെങ്കിൽ ബാലികറ മലയൊന്നുമല്ല. എവരി വൺ ക്യാൻ ക്വാളിഫൈ ദിസ് എക്സാമിനേഷൻ പ്രൊവൈഡ് ദാറ്റ് വി ഹാവ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പെർസിവറൻസ്. സോ അതിന്നും 2013 ഡൽഹിയിലോട്ടേക്ക് പ്രിപ്പറേഷന് വേണ്ടി കയറിയതാണ് ഞാൻ. അതിനുശേഷം നാട്ടിലോട്ടേക്ക് തിരിച്ചെത്തുന്നത് 2020 എക്സാമിനേഷനിൽ 142ാമത്തെ റാങ്കിങ്ങിൽ കിട്ടിയിട്ടാണ്. അതിൻ്റെ ഇടെ കുറേ സർവീസുകൾ മാറി മാറി വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിവിൽ സർവീസ്. അല്ലാതെ തന്നെ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ. ദർസ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് സർവീസ് എക്സാമിനേഷൻ ഉണ്ട്. അത് 2014 ഒരു 14ാം റാങ്കിൽ ഞാൻ ക്വാളിഫൈ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ CSF അസിസ്റ്റൻറ്റ് കമാൻഡായിട്ട് വർക്ക് ചെയ്തു. പിന്നെ 2016 ഇന്ത്യൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സർവീസിൽ അസിസ്റ്റൻറ്റ് സെക്യൂരിറ്റി കമ്മീഷണറായിട്ട് സിവിൽ സർവീസിൽ നിന്ന് 851ാമത്തെ റാങ്കോട് കൂടി 2016 ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം ഞാൻ നിർത്തിയില്ല. എൻ്റെ DIG സർ എൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞു. ഞാൻ ഓടിപ്പോയിട്ടാണ് എക്സാം എഴുതിയത്. സോ ആഫ്റ്റർ എ ലോട്ട് ഓഫ് സ്ട്രഗിൾ, ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ്, ഫൈനലി വിക്ടറി വാസ് ദർ. വിക്ടറി ഇൻ ദ സെൻസ് ദാറ്റ് എനിക്ക് വേണ്ട സർവീസ് IPS വാസ് മൈ ഫസ്റ്റ് സർവീസ്. അപ്പോൾ ലുക്കിംഗ് ബാക്ക് ടു എൻ്റെ ലൈഫിൽ ഐ നെവർ റിഗ്രറ്റ്. 7-8 വർഷം പോയെങ്കിലും ഐ തിങ്ക് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. കമ്മിങ് ഹിയർ, ഒരൊറ്റ ലിസ്റ്റ് ഹാവ് ചേഞ്ച്ഡ് എവറിത്തിങ്. ആസ് ഐ സെഡ്, ദ ജേർണി ഫ്രം 0 to hero ഈസ് ജസ്റ്റ് എ റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിലെ പേര്. സോ ഐ ഹോപ്പ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നാളെ ഇവിടെ വരാൻ പറ്റട്ടെ എന്നും നാളെ ഇവിടെ വന്നിരിക്കുന്നിട്ട് എല്ലാവർക്കും ചില രീതിയിലുള്ള മോട്ടിവേഷൻ ആവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ദെൻ സിവിൽ സർവീസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ 2-3 പ്രിപ്പറേഷനിൽ ഞാൻ ചെയ്തിട്ടുള്ള 2-3 കാര്യങ്ങൾ ഐ ജസ്റ്റ് ടെൽ, ദെൻ വിൽ ഹാവ് എ കൺവെർസേഷൻ. ഞാനിവിടെ ഏതെല്ലാം പഠിക്കണം എന്നൊന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും ഐ ജസ്റ്റ് സേ വൺ തിങ്, ഈച്ച് വൺ ഓഫ് അസ് ആർ യൂണിക്. ദർ ഈസ് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ഇല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യമാണത്. യു കനോട്ട് കോപ്പി സമ്മൺ. നിങ്ങൾക്ക് ഒരാളെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഡൽഹിയിൽ തന്നെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വാജിറാം രവിയാണ്. അവിടെ മാത്രം 8,000 സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം കിട്ടുന്നത് 1000 സ്റ്റുഡൻസിന്. അങ്ങനെയാണെങ്കിൽ വാജിറാമിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും റാങ്ക് ലിസ്റ്റിൽ വരണമായിരുന്നു. സോ ദർ ഇസ് സംതിങ് ഡിഫറെൻറ്റ് ഇൻ ഓൾ ദ പീപ്പിൾ ഹു ക്വാളിഫൈ. ആ ഡിഫറൻസാണ് എല്ലാവരും നോക്കേണ്ടത്. ആ ഡിഫറൻസ് പല രീതിയിലായിരിക്കും പലർക്കും എത്തുക. ചിലപ്പോൾ നിങ്ങളുടെ റൈറ്റിംഗ് സ്റ്റൈലായിരിക്കാം, നിങ്ങളുടെ റീഡിങ് സ്റ്റൈലായിരിക്കാം, നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് ഓഫ് ടൈമിൽ പ്രിപ്പറേഷൻ ആയിരിക്കാം. ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. സോ ഐ വുഡ് റിക്വസ്റ്റ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ഡോണ്ട് കോപ്പി എനിവൺ. അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രാറ്റജി ദാറ്റ് അതേഴ്സ് ഹാവ് ഫോളോഡ്. അവർ ഫോളോ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി മനസ്സിലാക്കി അതെങ്ങനെ എൻ്റെ പ്രിപ്പറേഷനിലൂടെ മാച്ച് ആക്കാം, അല്ലെങ്കിൽ എനിക്ക് ഏതെല്ലാം മാർഗത്തിലൂടെ അതിലോട്ടേക്ക് എത്താം എന്നുള്ള രീതി പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.
ഫോർ എക്സാമ്പിൾ ചിലവർ വിൽ ഗിവ് യു certain സജഷൻസ് ഓൺ ദ വേ ടു റീഡ് ന്യൂസ് പേപ്പർ ഓർ ദ വേ ടു റീഡ് ജസ്റ്റ് ന്യൂസ് മാത്രം, അല്ലെങ്കിൽ ഈ ചെറുതായിട്ട് ഫീഡ്സ് മാത്രം കിട്ടുന്ന ന്യൂസ് ഫീഡ്സ് മാത്രം കിട്ടുന്ന ആപ്സ് എല്ലാം ഉണ്ട്, അത് മാത്രം വായിച്ചാൽ മതി എന്ന് ചിലർ പറയും. സോ ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ് വിച്ച് ഫോം ഓഫ് സ്ട്രാറ്റജി ടു ഫോളോ. ഞാൻ ചെയ്തിട്ടുള്ള 2-3 കാര്യങ്ങൾ ജസ്റ്റ് സ്ട്രാറ്റജി വൈസ് ഐ ഫീൽ ഐ ഷുഡ് ഡിസ്കസ് വിത്ത് യു. ഫസ്റ്റ് ഈസ് പ്രിലിംസിന് ഞാൻ 2 വർഷം മാത്രം ചെയ്തിട്ടുള്ളൂ, ബട്ട് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് വെരി ഗുഡ്. സോ പ്രിലിംസിൽ ടെസ്റ്റ് സീരീസിൻ്റെ ടൈമിനകത്ത് ദർ ആർ സബ്ജക്ട് സ്പെസിഫിക് ടെസ്റ്റ് സീരീസ് കംസ്. സോ ഞാൻ ഡൽഹിയിലുള്ള ടൈമിൽ ഞങ്ങൾ ഒരു 4-5 പേര് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. വി ഓൾ ഗോട്ട് ഇൻ ടു സർവീസ്. സോ ഞങ്ങളുടെ സ്റ്റഡി പാറ്റേൺ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ അതെല്ലാം വീക്കെൻഡ്സിലായിരിക്കും എക്സാമിനേഷൻ. ഫോർ എക്സാമ്പിൾ സൺഡേയിൽ പോളിറ്റി പേപ്പർ ആണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ വിൽ സ്റ്റഡി പോളിറ്റി. ആ പോളിറ്റി സബ്ജക്റ്റ് മാത്രം പഠിച്ച് ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വിൽ സോൾവ് ഔട്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ഷീറ്റ് വിൽ റീഡപ്പ്. ആ ആൻസർ ഷീറ്റ് നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഐ റൈറ്റ് അപ്പ് പിന്നെ നോട്ട്. അങ്ങനെ നോട്ട് എഴുതിയിട്ടാണ് വി ഹാഡ്. സോ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റർ എന്താണെന്ന് വെച്ചാൽ, സാധാരണ നിങ്ങളെല്ലാവരെയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പേപ്പറിനെ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ദ മാറ്റർ ഈസ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ആർ സെറ്റ് ബൈ എ സർട്ടൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. സോ അവരുടെ തോട്ട് പ്രോസസ്സ് ആക്ച്വലി ഗോസ് ഓൺ എ സിംഗിൾ ലൈൻ ഓഫ് തോട്ട് പ്രോസസ്സ്. ഇപ്പം നിങ്ങൾ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇഫ് യു ക്യാൻ ബ്രോഡൻ ഡൈവേഴ്സിഫൈ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ അതർ പീപ്പിൾ ഹു ആർ പ്രിപ്പയറിംഗ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് തിങ്കിങ് അബൌട്ട്. സോ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ്. ഞാൻ ഫോർ എക്സാമ്പിൾ വിഷൻ IAS എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ എൻ്റെ ടെസ്റ്റ് സീരീസ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ വീക്കിൽ ഞാൻ 6 ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പേപ്പർ എടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ വാജിറാം, ശങ്കർ IAS, ദെൻ ഐ ഡോണ്ട് റിമെമ്പർ IAS ബാബ, ദെൻ ഖാൻ IAS. അങ്ങനെ 6 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേപ്പർ എടുത്തിട്ട് ഐ ജസ്റ്റ് സോൾവ്. ഇപ്പോൾ നൈറ്റിൽ 6 to 9 ടൈം I'll just give for paper solving. എന്നിട്ട് അതിൻ്റെ കുറച്ച് നോട്ട്സ് എഴുതി വയ്ക്കും. സോ വി ഫ്രണ്ട്സ് യൂസ് ടു ഫോളോ ദിസ്. തിങ്കൾ തൊട്ട് ശനി വരെ ക്വസ്റ്റ്യൻ പേപ്പർ വിൽ സോൾവ് ഇറ്റ് ഔട്ട്. ഞായറാഴ്ച ഐ വിൽ ഗോ ആൻഡ് അറ്റൻഡ് ദ പേപ്പർ. വിഷൻ IAS പേപ്പർ അറ്റൻഡ് ചെയ്തിട്ട് ഐ ജസ്റ്റ് കം ബാക്ക് ആൻഡ് സൺഡേ ഈവനിങ് ലൈക്ക് റെസ്റ്റ് ഫോർ മീ. സോ വിൽ ഗോ ഔട്ട്, ഹാവ് ഫുഡ്. അങ്ങനെ ഒരു 1 വീക്കെൻഡ് വി വർ പ്ലാനിങ് ലൈക്ക് ദാറ്റ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം 7 ഒരാഴ്ചയിൽ ഞാൻ സോൾവ് ചെയ്യുന്ന പേപ്പറിൻ്റെ എണ്ണം 7 ആണ്. സോ 7 അത് 4 ആഴ്ച ആകുമ്പോൾ അത് 28ആയി. അത് നേരെ മറിച്ച് 2 മാസം 56ആയി. 56 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 5600 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആയി അറ്റൻഡഡ്. അതിനകത്ത് മൾട്ടിപ്പിൾ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനകത്ത് എങ്ങനെ പോയാലും ഒരു 4 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ 5600 × 4 എന്ന് പറയുന്നത് 20,000 ഫാക്ട്സ് ഞാൻ പഠിച്ചു എന്നാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ടു നോ, വി ഓൾ നോ ദാറ്റ് എന്താ പറയുക, പാർലമെൻറ്റിൽ ദർ ലൈക്ക് 2 സിസ്റ്റം ഓഫ് ഹൗസസ് ആർ ദർ. ബട്ട് പോളിറ്റി വായിച്ചവർക്ക് മനസ്സിലാവുന്നത് ലൈക്ക് പാർലമെൻറ്റ് സിസ്റ്റം അല്ല, എൻ്റയർ പാർലമെൻറ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ ദർ പ്രസിഡൻറ്റ് ഓൾസോ കംസ്. സോ അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ടീക്സ് ക്വസ്റ്റ്യൻസിൽ വരും. സോ വി ക്യാൻ നെവർ ആൻറ്റിസിപ്പേറ്റ് സച്ച് സ്മോൾ ചേഞ്ചസ്. അതിങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും പേപ്പറിലോട്ട് പോകുമ്പോൾ അവർ ചിന്തിക്കുന്ന രീതി, അല്ല അവർ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്ന രീതി, ഏതെല്ലാം രീതിയിൽ നിങ്ങളെ തെറ്റിക്കാൻ ശ്രമിക്കും. സോ അതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. സോ വി യൂസ് ടു ഡു ഇറ്റ് ആൻഡ് വി ഓൾവേസ് സേ ദാറ്റ് സിവിൽ സർവീസസിൻ്റെ പ്രിലിംസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി സ്കിൽ. അത് കുറച്ച് സീനിയറായിട്ടുള്ള പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് മഗ്ഗിങ് അപ്പ്. It's civil service prelims specifically, it's the way to know what is not right. എന്ത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് സിവിൽ സർവീസ് പ്രിലിംസിലെ ഏറ്റവും നല്ല സ്കില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ഒരു 40,000, 50,000, 60,000 ഫാക്ട്സ് വി കനോട്ട് മഗപ്പ്. സോ ചിലത് വായിക്കുമ്പോൾ വിൽ ഗെറ്റ് ടു നോ വേ ദിസ് ക്യാൻ ബി റൈറ്റ്. ഫോർ എക്സാമ്പിൾ യൂണിസെഫിൽ ദർ ഇസ് എ സ്കീം that will have some connotation of UNSC. So UNICEF will never pass a resolution on UNSC. So we'll get to know this type of certain skills of എന്തെന്ന് പറയുക, നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ വിൽ ഗെറ്റ് ടു നോ ഇറ്റ്സ് നോട്ട് റൈറ്റ്. സോ അങ്ങനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ക്വസ്റ്റ്യൻ സോൾവിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ പ്രിലിംസ് പേർപ്പസിൽ ഐ വുഡ് സജസ്റ്റ് എവറി വൺ ഓഫ് യു ടു എന്താ പറയുക, നിങ്ങൾ പഠിച്ച ബുക്കുകൾ മാത്രം പഠിക്കാതെ
ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അഗെയിൻ ഐ വിൽ ടെൽ, ഒരു സിവിൽ സർവീസസിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് ദ കീ. ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാതെ ഒരൊറ്റ കോച്ചിങ്ങിൽ അല്ലെങ്കിൽ ഒരൊറ്റ ടീച്ചറുടെ കീഴിലിരുന്നാൽ യു ആർ ലിമിറ്റിംഗ് യുവർ സ്കോപ്പ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എ മാറ്റർ. സോ വി ഹാവ് ടു ഡൈവേഴ്സിഫൈ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേ യു ഡൈവേഴ്സിഫൈ. എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്ന യു ക്യാൻ റീഡ് എൻ നമ്പർ ഓഫ് ബുക്സ്. മോഡേൺ ഹിസ്റ്ററിയിൽ ലൈക്ക് രാമചന്ദ്ര ഗുഹ, അങ്ങനെ ഒരു 10-20 ഓതേഴ്സിൻ്റെ ബുക്ക് ഉണ്ട്. ഇറ്റ്സ് അപ് ടു യു ടു ഡിസൈഡ് ഹൗ വുഡ് ഐ ഡൈവേഴ്സിഫൈ. ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഡിസൈഡ് ഹൗ ഡു യു ഡൈവേഴ്സിഫൈ. എങ്ങനെയാണ് ഒരു മാറ്ററിനെ 10 രീതിയിൽ കാണാൻ പഠിക്കുക എന്ന് പറയും. സോ ഇന്ത്യൻ എക്കണോമി എന്നുള്ളൊരു ടോപ്പിക്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഇന്ത്യൻ എക്കോണമി, അതിൽ ഒരുപാട് സബ് ടൈപ്സ് ഉണ്ട്. സോ അതിനെല്ലാം ഏതെല്ലാം മേഖലയിലൂടെ നോക്കിയാൽ മനസ്സിലാണെങ്കിൽ യു ഹാവ് ടു സോൾവ് പേപ്പേഴ്സ്. സോ വൺ ഓഫ് മൈ ഫസ്റ്റ് സജഷൻ ഈസ് ഓൺ സോൾവിങ് പേപ്പേഴ്സ്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ which material you are reading, it's about developing your skill. And second thing is on mains. So mains again, we had this monthly weekly test. So one thing we did was ഞങ്ങളുടെ ടൈമിൽ, I don't know, it's there right now, there was an app അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് called IAS Baba. സോ IAS ബാബയിൽ ഡെയിലി സബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻ്റർനാഷണൽ റിലേഷണൽ ടോപ്പിക് അത് ലൈക്ക് ഡിഫറെൻറ്റ് സബ് ടോപ്പിക്സ് ഇൻ ടു ഇറ്റ്. സോ ഓരോ സബ് ടോപ്പിക്കിലും IAS ബാബ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഓരോ സബ് ടോപ്പിക്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ദിൽ പുട്ട്. ഫോർ എക്സാമ്പിൾ ഫെഡറൽ സിസ്റ്റം. സോ ഫെഡറൽ സിസ്റ്റമിൽ എന്തെല്ലാം രീതിയിലാണ് ക്വസ്റ്റ്യൻ വരും. ഇന്ത്യൻ പോളിറ്റിയിൽ ഫെഡറൽ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് സിലബസിലുണ്ടായിരിക്കും. അതിൽ എന്തെല്ലാം രീതിയിൽ ക്വസ്റ്റ്യൻ വരുമെന്ന് വി കനോട്ട് ആൻറ്റിസിപ്പേറ്റ്. നമ്മൾ ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പോളിറ്റി വായിച്ചാൽ ദേ വിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ദേ വിൽ ഗിവ് യു എന്താ പറയുക, ഫെഡറൽ സിസ്റ്റത്തിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. ബട്ട് ദർ ആർ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ടു ഫെഡറൽ സിസ്റ്റം. അതെങ്ങനെയാണ് മനസ്സിലാക്കണം? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഇൻവിജിലേറ്റേഴ്സ് വിൽ ലുക്ക് ഇൻ ടു ദ ടേം കോൾഡ് ഫെഡറൽ സിസ്റ്റം. അത് മനസ്സിലാക്കണമെങ്കിൽ വി ഹാവ് ടു അഗെയിൻ understand how the questions are framed on that particular topic. Adine I would suggest, again as I said first, there is no one unique preparation policy. What I followed was ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് കിട്ടുന്ന ആപ്സ് ഉണ്ടായിരിക്കും. സോ ഐ ഫോളോഡ് IAS ബാബ. സോ IAS ബാബയിനകത്ത്, സോ ഫോർ എക്സാമ്പിൾ ഫെഡറൽ സിസ്റ്റം, ഫെഡറൽ പോളിറ്റി എന്നുള്ളൊരു ടോപ്പിക് ആണെങ്കിൽ ഫെഡറൽ പോളിറ്റി 4 ക്വസ്റ്റ്യൻസ് ദേ വിൽ ഗിവ്. സോ 2 ക്വസ്റ്റ്യൻസ് ഐ വിൽ റൈറ്റ് അപ്പ്. ഒരു ക്വസ്റ്റ്യന് ഞങ്ങളുടെ ടൈമിനകത്ത് ദേ വർ ലൈക്ക് 25 questions ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐ ഡോണ്ട് നോ ഹൗ മെനി ക്വസ്റ്റ്യൻസ് ആർ ദർ ഇൻ എ സിംഗിൾ റൈറ്റിംഗ് പേപ്പർ. സോ അത് ഇപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ യു ഹാവ് ടു ഫിനിഷ് വൺ ക്വസ്റ്റ്യൻ ലൈക്ക് 10 മാർക്കിനും 15 മാർക്കിനായിരിക്കും. സോ 10 മാർക്കിൻ്റെ 7 മിനിറ്റിലും 15 മാർക്കിൻ്റെ 12.5 മിനിറ്റിലുമാണ് ചെയ്യേണ്ടത്. സോ 7.5 മിനിറ്റിൽ യു ഹാവ് ടു ഫ്രെയിം ആൻ ആൻസർ. സോ അതിൽ ഇൻട്രൊഡക്ഷൻ വരും, ബോഡി വരും, കൺക്ലൂഷൻ വരും. സോ ഇൻട്രൊഡക്ഷനകത്ത് ദ വേ ടു യു സ്റ്റാർട്ട് ദ ഇൻട്രൊഡക്ഷൻ, ബോഡിനകത്ത് എന്തെല്ലാം ഫാക്ട്സ് ആണ് എടുക്കേണ്ടത്, ബോഡിനകത്ത് ഫാക്ട്സ് എഴുതുമ്പോൾ ഹൗ ഡു യു ഡിഫറൻഷിയേറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസ്പെക്ട്സ് ടു ദ ക്വസ്റ്റ്യൻ. സോ ഞാൻ അതിന് പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത മെത്തേഡ് എന്തെന്ന് വെച്ചാൽ, ഇത് 4 ക്വസ്റ്റ്യൻസ് ഐ വിൽ ചൂസ്. 4 ക്വസ്റ്റ്യൻ 2 ഐ വിൽ റൈറ്റ്, 2 ഐ വിൽ ബ്രെയിൻ സ്റ്റോം. ബ്രെയിൻ സ്റ്റോം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഹൗ ഇന്ത്യൻ പാർലമെൻ്ററി ഡെമോക്രസി ഇസ് ഡിഫറെൻറ്റ് ഫ്രം സൗത്ത് ഏഷ്യൻ ഡെമോക്രസി, ഓർ അങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വരുവാണെങ്കിൽ ഐ ജസ്റ്റ് ബ്രെയിൻ സ്റ്റോം മൈസെൽഫ്. സോ ഇന്ത്യൻ ഡെമോക്രസി എന്തെല്ലാമാണ്, ആർട്ടിക്കിൾസ് എന്താണ്, സോ സൗത്ത് ഏഷ്യൻ ഡെമോക്രസി അല്ലെങ്കിൽ വെസ്റ്റേൺ ഡെമോക്രസിയിലുള്ള ഡിഫറൻസസ്, പാർലമെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡൻ്റൽ സിസ്റ്റമിലെ ഡിഫറൻസസ്, വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റേഴ്സ് ഐ ജസ്റ്റ് റൈറ്റ്, ഐ ജസ്റ്റ് ബ്രെയിൻ സ്റ്റോം മൈസെൽഫ്. എന്നിട്ട് ഐ റീഡ് ദ ആൻസേഴ്സ്. ഇതിൻ്റെ ഏറ്റവും നല്ല ഗുണപാഠം എന്തെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഈ ഇങ്ങനത്തെയുള്ള വെബ്സൈറ്റിനകത്ത് ദ അതർ സ്റ്റുഡൻസ് ഓൾസോ, സ്റ്റുഡൻസും അവരെഴുതിയിട്ടുള്ള ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യും. സോ ഐ വിൽ ജസ്റ്റ് ഗോ ദർ ആൻഡ് റീഡ് അപ്പ്. ഇപ്പം ഞാനൊരു ക്വസ്റ്റിനെ എൻ്റെ ആൻസർ വിഷ്വലൈസ് ചെയ്ത രീതിയിലാണോ മറ്റുള്ളവർ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. ചിലവർ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ടാവും, ചിലവർ അതിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ എഴുതിയിട്ടുണ്ടാവും, ചിലവർ അതിൽ പോയിന്റ് വൈസിൽ എഴുതിയിട്ടുണ്ടാവും, ചിലർ ചിലപ്പോൾ ഗ്രാഫും എല്ലാം വരച്ചിട്ട്, ഇന്ത്യയുടെ മാപ്പെല്ലാം വരച്ചിട്ട്, വേൾഡ് മാപ്പ് വരച്ചിട്ട് പോളിറ്റിയൻസ് എഴുതിയിട്ടുണ്ടായിരിക്കാം. സോ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് അറ്റൻഡിങ് എ പേപ്പർ. സോ യു വിൽ ഗെറ്റ് ടു നോ, അച്ഛാ ഇങ്ങനെല്ലാം അതിനെ കാണാൻ പറ്റും, ഇതെല്ലാം മാറ്റേഴ്സ് എനിക്കതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ വൺ ഗുഡ് തിങ് ഐ തിങ്ക് പേഴ്സണലി ഐ ഫോളോഡ്. അതുമാത്രമല്ല, ടോപ്പേഴ്സിൻ്റെ, ഇഫ് വി ഹാവ് ഗുഡ് ടോപ്പേഴ്സ് ഹിയർ, പുള്ളിക്കാരുടെ പേപ്പർ എല്ലാം ഓൺലൈൻ ഫ്രീലി അവൈലബിൾ ആയിരിക്കും. സോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ടോപ്പേഴ്സിൻ്റെ പേപ്പർ വിൽ ബി പബ്ലിഷിങ്. യു ടേക്ക് ദ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ട് 1020 പേരുടെ പേരെടുക്കുക, ചുമ്മാ അടിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷെഹൻഷാ എന്നാണ് ഫസ്റ്റ് റാങ്കറുടെ പേരെന്ന് വിചാരിക്കുക. സോ ഷെഹൻഷാ ആൻസർ ഷീറ്റ്, ഷെഹൻഷാ AR1 ആൻസർ ഷീറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും അവർ എഴുതിയിട്ടുള്ള ആൻസർ ഷീറ്റ് വിൽക്കും. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. അവർ ഏതെല്ലാം രീതിയിലാണ് ആൻസർ എഴുതിയിട്ടുള്ളത്,
What made them different from those 10,000, 15,000 people who hold the right? ഈ ഒന്നാം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് വാട്ട് വാസ് ദ തിങ് ദാറ്റ് മേഡ് ഹിം ഡിഫറെൻറ്റ് ഫ്രം അതർ പീപ്പിൾ? സോ വി ഓൾ ഡിഡ് ദാറ്റ്. ടോപ്പേഴ്സിൻ്റെ പേപ്പർ വി ഡൗൺലോഡഡ്. ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അവർ certain ടോപ്പിക്സിൽ അവർ എഴുതുന്ന രീതി ഞങ്ങൾ മനസ്സിലാക്കി. വി ഈവൻ കോപ്പി എടുത്തം. ഫോർ എക്സാമ്പിൾ ഇൻ്റർനാഷണൽ റിലേഷനിൽ ബ്രിക്സിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ ബ്രിക്സിനെ കുറിച്ച് ചോദ്യം ഏതെല്ലാം രീതിയിലാണ് അവർ ആൻസർ ചെയ്യുന്നത് നോക്കി അവരുടെ പിക്ചേഴ്സ് അവർ പേപ്പറിൽ എഴുതിയുള്ള പിക്ചേഴ്സ് വി കോപ്പിയുടെ ഞങ്ങൾ എക്സാമിന് റിപ്ലിക്കേറ്റും ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. ടോപ്പേഴ്സിൻ്റെ പേപ്പറിന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും, മെയിൻലി ആൻസർ റൈറ്റിംഗ്. സോ പിന്നെ അതിനകത്ത് one important thing is about optional. So I'll just have few words on optional. എല്ലാവരും പറയും ഓപ്ഷണൽ വി ഷുഡ് ചൂസ് എ ടോപ്പിക് ദാറ്റ് ഈസ് എന്താ പറയുക നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്. ഇൻ മൈ പോയിൻ്റ് ഓഫ് വ്യൂ വി ഷുഡ് ചൂസ് എ പേപ്പർ ദാറ്റ് ഗിവ്സ് യു മോർ മാർക്സ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇഫ് യു ഗോ ബൈ ദർ ഇസ് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മനസ്സിലാവും ആവറേജ് മാർക്സ് ഒരു പേപ്പറിൽ കിട്ടുന്ന ആവറേജ് മാർക്സ്. സോ ദർ ആർ സർട്ടൺ പേപ്പർ ദാറ്റ് ആർ ആക്ച്വലി ലോ സ്കോറിങ് പേപ്പേഴ്സ്. ഇപ്പോൾ ഞാനെടുത്ത് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ എടുത്ത ജോഗ്രഫി ആയിരുന്നു. ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഇപ്പോൾ ജോഗ്രഫി ഹൈ സ്കോറിംഗ് ആയിട്ട് ഞങ്ങളുടെ ടൈമിൽ ജോഗ്രഫി ബിക്കം വെരി ലോ സ്കോറിങ്. ഹയസ്റ്റ് മാർക്ക് കിട്ടുന്നവരെ 280 മാർക്ക് കിട്ടാറ് ആ ടൈമിൽ. നേരെ മറിച്ചിട്ട് ഈ PSI കിട്ടുന്നവർക്ക് 350 360 മാർക്ക് കിട്ടും. സോ ജോഗ്രഫിയിലെ ടോപ്പറിന് കിട്ടുന്നത് 280, PSIയിൽ ഒരാൾ കിട്ടുന്നത് 340 350. സോ ദാറ്റ് ഈസ് എ ബിഗ് ഗ്യാപ്പ്. അതൊരിക്കലും ബ്രിഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് മാറ്റർ എന്ന് വെച്ചാൽ ദർ ഈസ് സംതിങ് കോൾഡ് സ്കെയിലിംഗ് അല്ല എന്താ പറയുക, ഐ ഫോർഗോട്ട് ദ ടേം. സോ ആകെ കൂടിയിട്ട് ഫോർ എക്സാമ്പിൾ ഇൻ്റർവ്യൂവിലോട്ടേക്ക് എത്തുന്ന 2000 സ്റ്റുഡൻസിനകത്ത് 1000 സ്റ്റുഡൻസ് ചിലപ്പോൾ ജോഗ്രഫി സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ദേ നീഡ് ടു സ്കെയിൽ ഇറ്റ് ഡൗൺ. സോ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ എല്ലാവരും ജോഗ്രഫി സ്റ്റുഡൻസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈക്വൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ വേണ്ടി സം പേപ്പേഴ്സിൻ്റെ ഇവാലുവേഷൻ ടഫായി പോകും. സോ ഇൻ ദ പ്രോസസ് മാർക്സ് ബിക്കം ലെസ്സർ. സോ യു ഗൈസ് ഹാവ് എ ലുക്ക് ഓൺ ഇറ്റ്. ഏതെല്ലാം പേപ്പേഴ്സാണ് ലോ സ്കോറിങ്, ഏതെല്ലാം പേപ്പേഴ്സ് ഹൈ സ്കോറിങ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഐ വുഡ് സജസ്റ്റ് എനി വൺ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ലോ സ്കോറിംഗ് ആയിട്ടുള്ള പല ഓപ്ഷൻസ് ആണ് ദർ. At the end of the day, you are not doing PhD on the subject. At the end of the day, you are looking for that rank in the final list. ഫൈനൽ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരാൻ ചാൻസ് ഉള്ള ഏത് ഓപ്ഷനിലാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ് ദാറ്റ് ഓപ്ഷൻ ഷുഡ് ബി ടേക്കൺ എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഞാൻ അങ്ങനെ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ 6 അറ്റംപ്റ്റിലും ഞാൻ തിരഞ്ഞെടുത്തത് ജോഗ്രഫിയാണ്. എൻ്റെ 7ാമത്തെ അറ്റംപ്റ്റിൽ IPS കിട്ടിയ അറ്റംപ്റ്റിൽ ഞാൻ PSIയിലോട്ട് മാറിയത്. ദാറ്റ് മെയ്ഡ് ദ ഡിഫറൻസ് എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ ഗോട്ട് അറൗണ്ട് 270 280 ഒറ്റ വർഷത്തെ പ്രിപ്പറേഷനിൽ. ജോഗ്രഫി മൈ ഹയസ്റ്റ് വാസ് 240. സോ അത്ര ലോ സ്കോറിങ്ങിൽ നിന്നും ചെറിയ കമ്പാരിറ്റീവ്ലി ബെറ്റർ മാർക്കിലോട്ടേക്ക് എത്തിയത് ഒരൊറ്റ ഓപ്ഷൻ ചേഞ്ച് ചെയ്താന്ന് ഞാൻ ആത്മാർത്ഥം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. സോ ഐ എം നോട്ട് വൗച്ചിങ് ഫോർ എനി സബ്ജക്ട്സ്. വാട്ട് ഐ ജസ്റ്റ് വൗച്ച് ഈസ് ലൈക്ക് വിച്ച് ഓപ്ഷണൽ യു ചൂസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് മാർക്ക് യു വിൽ ഗെറ്റ്. സോ അതിനും കൂടി മൈൻഡ് അപ്ലൈ ചെയ്തിട്ടൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ദാറ്റ് വിൽ സജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ടെൽ ദ എമൗണ്ട് ഓഫ് സബ്ജക്റ്റ്. ഇപ്പോൾ ജോഗ്രഫി തന്നെ എടുക്കുക. ജോഗ്രഫിനകത്ത് ലൈക്ക് 10 സബ് ഗ്രൂപ്പ്സ്. ജോമോഫോളജി, ഓഷ്യനോഗ്രഫി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്ജക്റ്റ്. ജോമോഫോളജി പഠിക്കേണ്ട സബ്ജക്റ്റേ PSIയിൽ പഠിക്കാനുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഇൻട്രസ്റ്റിംഗ് മാറ്റർ. ഒരു മലയാളം ഓപ്ഷൻ എടുത്ത ഒരാൾക്ക് എന്താ പറയുക, ദ എമൗണ്ട് ഓഫ് കണ്ടന്റ് ദേ ഹാവ് ടു സ്റ്റഡി ഈസ് വെരി ലെസ്. ഇപ്പം ഞാൻ എൻ്റെ പെർട്ടിക്കുലർ ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത ടൈമിൽ എൻ്റെ പ്രിപ്പറേഷന് 60 to 70% ടൈം ഐ ഗിവൺ ഫോർ ദാറ്റ് ഓപ്ഷണൽ. അത് കഴിഞ്ഞിട്ടുള്ള 60 to 30% എനിക്ക് എൻ്റെ ജനറൽ സയൻസിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. സോ ഐ വാസ് നോട്ട് ഡൂയിങ് പ്രോപ്പർ ജസ്റ്റിസ് ടു GS. സോ ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ആഫ്റ്റർ ചേഞ്ചിങ് മൈ ഓപ്ഷണൽ ബിക്കോസ് ദർ വാസ് ലെസ് ടു സ്റ്റഡി ഫോർ ദിസ് ഓപ്ഷണൽ. അതിന് കുറച്ച് ടൈം, കാരണം ഒരുപാട് പഠിക്കാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ഒരുപാട് ഐ ഡോണ്ട് നോ എത്ര ബുക്കുകളാണ് ഒരു സബ്ജക്റ്റിൽ ഉണ്ടായിരുന്നെന്ന്. വെൻ ഐ കെയിം ടു ദ അതർ ഓപ്ഷൻ ഐ ജസ്റ്റ് ഹാഡ് 2 ബുക്ക്. 2 ബുക്കിൽ മൊത്തം സിലബസ് വാസ് ഓവർ. സോ ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് certain സബ്ജക്ട്സ്. സോ ഓപ്ഷൻസ് വെൻ യു ചൂസ് അപ്പ് ഡിസ്കസ് വിത്ത് ടോപ്പേഴ്സ്, അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നത് വിൽ ബി ബെറ്റർ. വിൽ ബി കുറച്ചുകൂടി എന്താ പറയുക മെച്യൂറായിട്ടുള്ള ഡിസിഷൻ ഉണ്ടാവും. ഐ തിങ്ക് അഗെയിൻ ഇറ്റ് ഓൾ ഗോസ് ബൈ ദ ഫസ്റ്റ് കണ്ടീഷൻ. ദർ ഈസ് നത്തിങ് യൂണിക് ഇൻ ദ പ്രിപ്പറേഷൻ. ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ ഇരിക്കുന്ന മാഡം
വേറെ രീതി ചിന്തിച്ചിട്ട് ടോപ്പറായിട്ടുള്ള ആളാണ്. സോ ഐ ഹാഡ് എ ഡിഫറെൻറ്റ് വേ ഓഫ് തിങ്കിങ്. We all have one thing that is common amongst ourselves was that hard work we put in. So for all the students here, this is my small suggestion on optional. Then interview is the last stage. Interview I'll just say 2-3 matters. Once you get that final list, like a number list name on, you should attend more mocks. You should take the recorded video നമ്മുടെ ബോഡി ജെസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും വി ഷുഡ് സ്റ്റഡി. അതിനനുസരിച്ചിട്ട് നമ്മളെ ട്യൂൺ ചെയ്യിക്കണം. സോ ഇറ്റ്സ് ലോട്ട് ഓഫ് എ PR സിസ്റ്റം ഇൻ ദാറ്റ്. സോ ഐ വോണ്ട് ഗോ മച്ച് ഇൻ ടു മോക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഇങ്ങനെ certain small things about preparation. എന്ത് സബ്ജക്റ്റ് പഠിക്കണം, ഏത് ബുക്ക് പഠിക്കണം എന്നൊക്കെ യു നോ. ലൈക്ക് ഇപ്പോഴത്തെ ഡിജിറ്റൽ ഏജിൽ ദർ ഇസ് നോ ഡെത്ത് ഓഫ് ഇൻഫർമേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദ ടഫസ്റ്റ് ടാസ്ക്. ബിക്കോസ് അത്രക്കധികം ഇൻഫർമേഷൻ ഫ്രീലി അവൈലബിൾ ആണ്. സോ ഡു ഇറ്റ് പ്രൊഡൻ്റ്ലി ആൻഡ് ഹാവ് എ ഗുഡ് പ്രിപ്പറേഷൻ ടൈം. വിൽ ഹാവ് എ സം ഡിസ്കഷൻ. ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വി ഹാവ് എ സ്മോൾ ഡിസ്കഷൻ. ഷുവർ. As a sports person, would you tell me what's the difference in IPS physical training period and in sports training period? You can't compare. Professional athletics is a different level. So, but again, IPS is a different level of fun. What the basic difference is, professional athletics, you will consider on one subject. For example, you are a jumper itself. You are a sprinter. You are a thrower. You are long distance runner. But IPS is an overall development. So that will shape you as an officer. So there is an interesting saying when you go there. It says something. It goes like this: there is an officer in every one of you. Please help us carve it out of you. So that is the way they do it, the work there. So they actually carve it out of you, that officer quality. So all level of overall development they're looking to. That starts from discipline, that starts from time management and respect for each other. That's very important. So we start, so we all say this when we go to NPA training, we take all our ego away. Because നമ്മുടെ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നോർമൽ ഒരു ആളെ പോലെ വിൽ ഗോ ദർ ആൻഡ് ബിഹേവ്. ദെൻ very interesting thing, because you can fire എത്ര bullets നിങ്ങൾ there will be 50 kilometer route march, there like 16 kilometer run, marathons. I was a short distance runner. I never did a 16 kilometer run in my entire life. I was one of the good athlete in Kerala, but I never ran 16 kilometer. That was in only IPS Academy I did. Then I never did triathlon. So in IPS Academy we had this triathlon. So we do 1 kilometer swimming. Obviously നിന്ന് ഒരു 150 മീറ്റർ നീന്തും, നിൽക്കും, പിന്നെ 10 മീറ്റർ നീന്തും, പിന്നെ നിൽക്കും, ഒന്ന് എണിച്ച് ബാത്റൂമിൽ പോയി പിന്നെയും പൂളി ചാടും. So that's how. So then 10 kilometer run, then 25 kilometer cycling we did in a single row. So that way it was really good. Sports career it's focused on a profession. This was a personality development. So as a conclusion, it will be maintaining a physical health today is compared to IPS training is better. നീ എങ്ങനെ വന്നാലും ഫൈനലി നീ പോകുമ്പോൾ ഒരു 15 കിലോ അവർ കുറയ്ക്കും. So it doesn't matter how you come, they will carve it out of you. They're like good officers from many places, they lost 25-30 kilograms, like great people. വളരെ ബൾക്കി ആയിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്. ദെൻ വെൻ ദേ ഗോ ദേ വിൽ ബി ലൈക്ക് മച്ച് ഫിറ്റർ ദൻ us with all thing. സർ മുന്നേ പാരാമിലിറ്ററി ഫോഴ്സായ CAPF ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അതൊരു പാരാമിലിറ്ററി ഫോഴ്സ്, ഇപ്പോൾ ഇത് സർ ചൂസ് ചെയ്തിരിക്കുന്ന IPS. സോ രണ്ടും ആ ഒരു പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്ന് സ്പെസിഫിക്കലി IPSലേക്ക് വരാനുണ്ടായ ഒരു മോട്ടീവ് എന്തായിരുന്നു? രണ്ടും നോക്കുകയാണെങ്കിൽ ഒരു ഡിഫെൻസ് ലെവലാണല്ലോ, അവിടെയും ഒരു യൂണിഫോം ജോബാണ്, യു ആർ ഓൾസോ സെർവിങ് ഫോർ ദി കൺട്രി. അതേപോലെ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും സാറും അവിടെ പോയിട്ടുണ്ടാവുക. സോ അവിടെയും ഓയിൽ ക്യൂസ്, ഇവിടെയും ഓയിൽ ക്യൂസ്, ബട്ട് സ്റ്റിൽ വാട്ട് മെയ്ഡ് യു ടു ചൂസ് IPS, sir? So that's a good question. So it all depends on the domain of areas you work.
Yes, CSF was good, but it was limited to physical security of an installation. IPS is something different. IPS is like, IPS, you are not a police officer. That is the first basic mistake we did. Like, Indian Administrative Service is not a revenue officer. He'll go to all departments, education department, HRD department, education, textile department, any department will go. Likewise, IPS is also like it. Like, it's not a police service. It's not police service, it's not police department. You'll go as an excise commissioner, you'll go into traffic department, MVD, any department will go. So, the domain of work is entirely different. We cannot imagine the level of arenas we can contribute when you become IPS. But other services, it's like straightforward. Like, you are given security here, you take part here, so done. Okay, I would say it's like a central service is like a 2D. You'll write 2D. It's like a 5D. So, domain is entirely different. You cannot compare the work. Both are respectable, very prestigious jobs, but the way you contribute is domain is much bigger here. Canvas is much larger here. Sir, I'm a political science postgraduate student. PSIR ഓപ്ഷണലായിട്ട് എടുക്കുകയാണെങ്കിലുള്ള മാർക്ക് നേടാനുള്ള സ്കോപ്പും PSIR എങ്ങനെ പഠിക്കാമെന്നൊന്ന് പറയാം. First of all, I'll say I have a good friend. So I won't say his name. His optional was also PSIR. 6 varsham he did with PSI, he could not clear civil services. So I'm just telling that just choosing an option won't give you good mark. Again, it's always conditional with the fact that you have to do your good work, hard work, perseverance and all. And all papers are like double PG idella papers aanu. So all options like double PG, triple PG illa subject undu inathu padikkanayittu. So since you have chosen political science as your masters, I think you are on a launch pad. There are a lot of things that are not new to you. Okay, it will help you in a lot of matters also. So I would think if I was you, there won't be any second thought about the subject to choose. I think it's a great subject, and that's it. അതിനകത്ത് എത്രത്തോളം മാർക്ക് കിട്ടുമെന്ന് I can't judge now. Everything is available online. ആൾക്കാർ ഇങ്ങനെ ഇടാറുണ്ട് because the rank list വരുമല്ലോ. റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ they'll be like optional മാർക്ക് പറയും അതിൽ. So that is open publicly available. So people go through the rank list, they make the average marks out of it and they'll publish it out. പണിയില്ലാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. So you can just go out website നോക്കിയാൽ you'll get to know average mark എങ്ങനെയാണ്. There's a very subtle difference, very big difference, not subtle, very big difference. Not all optionals are very high scoring. That's the tragedy. എല്ലാ ഓപ്ഷണലും 400 മാർക്കിലാണെങ്കിൽ കൂടി the amount of 500 മാർക്കിലാണെങ്കിൽ കൂടി the amount of mark നമുക്ക് actually varied. So I didn't understand when I started my preparation തുടങ്ങി പിന്നെയാണ്, because this is like a black hole. നിങ്ങൾ I didn't say this, ഇത് നിങ്ങൾ actually black hole ആണ് നിൽക്കുന്നത്. because once you are in civil services, you are in civil services. You cannot go out of it because nothing will satisfy you in your life. You later satisfy for the time being. ഒരൊറ്റ സർവീസും will give you that broadened outlook and എന്താ പറയുക നമ്മുടെ ഡ്രീംസ് ഉണ്ടല്ലോ, it can never be quenched once you are in civil services. So that black hole നിന്ന് പുറത്ത് വരണമെങ്കിൽ either you have to qualify or you have to I won't say that thing. Okay, next. സർ, എല്ലാ ആംഡ് ഫോഴ്സിനും മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് നോക്കാറുള്ളൂ. അതുപോലെ IPSനും അങ്ങനെ എന്തെങ്കിലും മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ നോക്കുന്നുണ്ടോ? ഉണ്ട്. They are like civil services ആണെങ്കിൽ കൂടി they are like two categories. It's known as technical services, non-technical services. So technical services are like IRS Customs, IPS, IRTS, IRPFS, IRS, CNC, Customs and Central Excise, then DANIPS, PONDIPS. These are ഇതെല്ലാം ടെക്നിക്കൽ സർവീസസ് ആണ്. സോ ഈ ടെക്നിക്കൽ സർവീസസിനകത്ത് മെഡിക്കൽ ഈസ് ഡിഫറെൻറ്റ്. ഫോർ എക്സാമ്പിൾ jerking hands,
when you hold up the jacket held, you cannot qualify. Flat feet. Flat foot ആണെങ്കിൽ you are disqualified from technical services. എന്താ പറയുക, നോൺ ടെക്നിക്കൽ സർവീസസ് ഈ ഇഷ്യൂസ് ഇല്ല. ഫോർ എക്സാമ്പിൾ നിനക്കൊരു 100ാമത്തെ റാങ്ക് കിട്ടി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യു ആർ ഡിസ്ക്വാളിഫൈഡ് ആസ് എ ഫ്ലാറ്റ് ഫുട്ട്, യു വോണ്ട് ഗെറ്റ് IPS. Then you will get the next service down the line. So there are certain criteria. Visually there is a difference. Then handicapped PH category is not allowed in technical services. So അങ്ങനെ there are like 2 categorization ഉണ്ട്, technical and non-technical. So both of them they are medical. It's very chill process. ഇപ്പോൾ തിങ്കളാഴ്ച ഇൻ്റർവ്യൂ ആണെങ്കിൽ ചൊവ്വാഴ്ച ആയിരിക്കും മെഡിക്കൽ, നെക്സ്റ്റ് ഡേ മെഡിക്കൽ നടക്കും. അത് ശനിയാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച അവധി ആയതുകൊണ്ട് തിങ്കളാഴ്ച നടക്കും. ദാറ്റ്സ് ഇറ്റ്. വെള്ളിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച നടക്കും, തിങ്കളാഴ്ച നടക്കും, കാരണം ശനിയാഴ്ച ഉച്ച വരെയുള്ളൂ. സോ അതുകൊണ്ട് അവരെല്ലാം വീട്ടിൽ പോകും. Good evening, sir. I wanted to ask, you said you were working while preparation, right? What kind of attitude did you have? Like, the work itself will be exhausting, right? After coming to home, how did you maintain with consistency? Like, every single day you have to put effort. So how did you do it for so long? After 5-6 years of preparation, there's nothing more to study. So you have everything with you. Paper and notebook and 1-2-3 years are like very detailed study. After that and all, like namakku material and we just need 2-3 months to study it back and look into it. So ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ I pleaded with my IG sir and begged him, got 90 days off, took off. 90 ഡേയ്സിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് ആഫ്റ്റർ പ്രിലിംസിൽ അഗെയിൻ മൈ സർ വാസ് കൈൻഡ് ഇനഫ്, എന്നെ ഉച്ചയ്ക്ക് എന്നെ വിടാൻ സമ്മതിച്ചു. സോ ഈവനിങ് ഐ യൂസ് ടു ഗോ ഏർലി ആൻഡ് ഐ സ്റ്റഡി. അതർവൈസ് ഇഫ് ഡിപ്പെൻഡ് ഓൺ ജോബ് ഓൾസോ ഇറ്റ്സ് പ്രിറ്റി ടഫ്. ഓഫീസിൽ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രിറ്റി ടഫ്. വീട്ടിൽ പോകണം, വീട്ടിൽ പോയിട്ട് അത് മാത്രമല്ല പീസ് ഓഫ് മൈൻഡ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. So without that it's little tough. So if you are in service you need double effort. Not like others. സാർ പറഞ്ഞല്ലോ, ഇപ്പോൾ IPS ഒരു സ്പെഷ്യൽ സർവീസാണ്. ഇപ്പോൾ ഫ്ലാറ്റ് ഫുട്ട് ആൻഡ് കളർ ബ്ലൈൻഡ് ആയുള്ള ആൾക്കാർക്ക് IPSൽ കയറാൻ പറ്റില്ല. അപ്പോൾ IPS മാത്രം മതി എന്ന് പറഞ്ഞ ചിലവരുണ്ടാവും. ചിലപ്പോൾ അവർക്ക് ഇതേ കാരണത്താൽ IPS കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് പറ്റിയ വേറെ IPSൽ തുല്യമായിട്ട് നിൽക്കണ വേറെ വല്ല സർവീസ് ഉണ്ടോ? If you want to wear uniform you can opt for customs, but customs-lum SP rank vare uniform ullo. Apart from that you don't have uniform. Then you don't do investigation and law and order in many of these things. So ഞാൻ ബിക്കോസ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ 2016 I used to put IRPFs at my 6th or 7th option. So ആരും IRPFs 7th ഒന്നും എടുത്തില്ല. So I used to put IRPFs because I like uniform services. Service growth wise it's not good because ചില സർവീസസിൽ you will get up to SAG, HAG like എത്തത്തില്ല. HAG is like one of the senior most rank. So I don't think because fundamentally difference എന്താണെന്ന് വെച്ചാൽ it's an all India service. All India services promotion is time based. So 15 year 14 year you are DIG, 20th year you are IG, 25th year you are ADG, 30th year you are like DG for sure. It's a time based promotion structure is there. But in other central services it's vacancy based. So most of the services, for example IRPFs ആണെങ്കിൽ you will retire as an IG. There is no ADG ക്ക് പോസ്റ്റേ ഇല്ല. If you are in IRS customs, if you have 32-33 year of service you may become HAG. ഇപ്പോൾ IRMS വന്നിട്ടുണ്ട്. IRMSൽ ഇറ്റ്സ് വെരി ടഫ് ടു ഗെറ്റ് HAG. HAG കഴിഞ്ഞിട്ട് HAG പ്ലസ് ഉണ്ട്, അതിനുശേഷം അപ്പെക്സ് ഉണ്ട്. സോ നിങ്ങളൊരു 20-25 ഇയർ ഓഫ് ബാച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒപ്പമുള്ള ബാച്ച്മേറ്റ് ചിലപ്പോൾ ഹീ ഈസ് സീനിയർ ടു യു, യു ആർ ജൂനിയർ ടു ഹിം. സോ ദാറ്റ് തിങ് ഹാപ്പൻസ് ഇൻ സർട്ടൻ സർവീസസ്. സോ ഇൻ ദാറ്റ് സെൻസ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ലൈക്ക് എ സൂപ്പർ സർവീസ്, ലൈക്ക് പ്രൊമോഷൻ on par with all India service officers. So taking all this thing into juncture, I don't think you cannot match any services for that matter. Idu poyi adannu illa. But again, if you are interested in a uniform service or if you are investigation and all, customs is a good thing, or IRPFs is also good. That has less എന്താ പറയുക
ഹയർ ഗ്രോത്തിനുള്ള അവന്യൂസ് ഇല്ല. യു വിൽ റിട്ടയർ ആസ് എൻ SAG പോസ്റ്റ്. IPS ട്രെയിനിങ്ങിൻ്റെ എക്സ്പീരിയൻസ്. സോ ഞാൻ കുറച്ച് അഹങ്കാരത്തോട് പറയാം, ഐ വാസ് ദ ബെസ്റ്റ് ട്രെയിനി. ഐ ലെഡ് ദ പരേഡ്. എന്താ പറയുക, ബട്ട് അഗെയിൻ കമ്മിങ് ടു ട്രെയിനിങ് ഇറ്റ്സ് ലൈക്ക് പലവരും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവിടെ എത്തിയിട്ടാണ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ എല്ലാം ലിമിറ്റ് ഇപ്പോൾ ഇത് ലൈക്ക് ഗ്രഡേഷൻസ്. ആർമിയിലൊക്കെ സ്പെഷ്യൽ ഫോഴ്സ് ഇസ് ദ ഹയസ്റ്റ്. സെൻട്രൽ സർവീസസ് അല്ലെങ്കിൽ സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ മേ ബി CRPF, ITBP ഇസ് ദ ഹയസ്റ്റ്. സിവിൽ സർവീസസിൽ ദ ബെസ്റ്റ് ട്രെയിനിങ് ഹാപ്പൻസ് ഇൻ IPS. ദാറ്റ് ഈസ് വിത്തൗട്ട് ഗോയിങ് സേ. ട്രെയിനിങ് രാവിലെ 4:45 എണീക്കണം, 5:15 ഫോളിൻ ആവണം, 5:30 ഉസ്താദ് വരും, വിസില്. പിന്നെ എല്ലാവർക്കും സിംഗിളായിട്ടുള്ള റൂമാണ് അലോട്ട് ചെയ്യുക. ഒരു വൃത്തികെട്ട ഒരു എന്താ പറയുക പബ്ലിക് മൈക്ക് സിസ്റ്റം ഉണ്ട്. അത് ഭയങ്കര ശബ്ദമോ, അത് അടിച്ചുകൊണ്ടിരിക്കും അവന്മാർ. ഒരു രക്ഷയില്ല. അവർ രാവിലെ 5:15 5:30 ആയാലും ഇങ്ങനെ സർ യുവർ ടൈം ഈസ് അപ്പോൾ എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഡിലേ ആയാൽ ദെൽ ബി ഫോൺ ഇൻ യുവർ റൂം. അവർ ഫോണിലേക്ക് വിളിക്കും, സർ യുവർ ഡിലേ. അതുമാത്രമല്ല, ഇൻ കേസ് 2 മിനിറ്റെങ്കിലും ഡിലേ ആയാൽ ദെൻ അഗെയിൻ യു വിൽ ഗെറ്റ് പണിഷ്മെൻറ്റ്. ചിലപ്പോൾ എക്സ്ട്രാ പരേഡായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും. സോ 5:15 എണിച്ച് ഒരുങ്ങി ഉറക്കത്തോടെ എല്ലാം കൂടി അവിടെ ഫോളിനാവും. ഫോളിനായിട്ട് ഞങ്ങളെല്ലാവരും എടുത്തിട്ട് പരേഡ് ഗ്രൗണ്ടിലോട്ട് പോകും. ഒരു 5:35 പരേഡ് ഗ്രൗണ്ടിലെത്തും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ചെറിയൊരു മോർണിംഗ് ബ്രീഫിംഗ് ഉണ്ട്. അതിന് ശേഷം വിൽ ഹാവ് 2 സെഷൻസ്. അപ്പോൾ ആദ്യം തന്നെ ഇതായിരിക്കും, PT ആയിരിക്കും. സോ ജനറലി സിവിൽ ഇതിനകത്ത് PT ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഹോഴ്സ് റൈഡിങ് ആയിരിക്കും, ചിലപ്പോൾ ഡ്രൈവിംഗ് ആയിരിക്കും, ചിലപ്പോൾ UAC ക്രോമക കരാട്ട ഇതിൽ എന്തെങ്കിലുമായിരിക്കും, അല്ലെങ്കിൽ BOC ബാറ്റിൽ ഒബ്സ്റ്റക്കിൾ കോഴ്സ് അങ്ങനെ എന്തോ പേരായിരുന്നു. സോ അതിനകത്ത് ഓരോ ചങ്ങലയും മരങ്ങളൊക്കെ അതിനൊക്കെ ചാടി കടന്ന് ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് സ്വിമ്മിങ് ഉണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ പരേഡായിരിക്കും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇൻഡോർ ഉണ്ടാവും. സോ PT ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കണ്ണൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഇൻഡോർ ക്ലാസ്സിൽ പോകും. ഇൻഡോർ ക്ലാസ് ഒരു 9 o'clock തുടങ്ങും. സോ 9 to 1:35 is like ഇൻഡോർ ക്ലാസ്. ഇൻഡോർ ക്ലാസ്സിൽ 1 hourൻ്റെ സെഷൻ ആയിരിക്കും. ഇറ്റ്സ് ലൈക്ക് വെരി ഗുഡ് സെഷൻസ് ബട്ട് വെരി മച്ച് ടയർഡ് ടു ഡു. ക്ലാസ്സിൽ CCTV ഉണ്ട്. ഡയറക്ടർ ടൈറ്റ് ആണെങ്കിൽ CCTVയിലൂടെ പിടിക്കും. CCTVയിൽ പിടിച്ചിട്ട് പേര് വരും, ഷഹൻഷാ, ഷഹീൻ, ഇന്ന ആൾക്കാർ ഉറങ്ങി, സോ ഇവർക്ക് എക്സ്ട്രാ ഡ്രിൽ. സോ ഇറ്റ് യൂസ് ടു ഹാപ്പൻ. ഞങ്ങളുടെ ടൈമിൽ ഇറ്റ് വാസ് ലെസ്, ബട്ട് ഇറ്റ് യൂസ് ടു ഹാപ്പൻ വൺസ്. അത് കഴിഞ്ഞിട്ട് ഒരു 1:45 കഴിയും. 1:45 നേരെ ഓടും. ഒരു 1:45 to 3 മണി വരെ ടൈമുണ്ട്. 3 മണിക്ക് പിന്നെയും ഫോളിങ് ചെയ്യണം. അതിൽ ലഞ്ച് ഒരു 30 minutes ഉറങ്ങും. അതിനുശേഷം ലഞ്ചിന് ശേഷം 3 മണിക്ക് പിന്നെ ഫോളിങ് ചെയ്യും. 3 ശേഷം മിക്കപ്പോഴും വെപ്പൺസ് ട്രെയിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ പരേഡായിരിക്കും. പരേഡ് എന്ന് പറയുന്നത് അവിടെ ടാർഡ് റോഡാണ്. സോ അടിയിൽ ഇറ്റ്സ് ലൈക്ക് പരേഡ് ബോട്ടിനകത്ത് ആണിയെല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് റിയലി ഫൺ. ശരിക്കും തീ പാറും നമ്മൾ പരേഡ് ചെയ്യുമ്പോൾ. അടിയിൽ ടാറും കാലിൽ ആണിയാണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 5:30 to 6:15 ലൈക്ക് ഗെയിംസ് പീരീഡാണ്. സോ കുറേ പേര് ഗെയിംസ് കളിക്കാൻ പോകും. കുറേ പേര് കള്ളം പറഞ്ഞിട്ട് ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോയിട്ട് ഉറങ്ങും. കുറേ പേര് എന്താ പറയുക ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ അവിടെ ചേഞ്ചിങ് റൂമിലവിടെ ബെഞ്ചസ് ഉണ്ട്, അവിടെ കിടന്നുറങ്ങും. ചില പേര് സർ ഡ്രസ്സിനൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് റൂമിൽ കിടന്നുറങ്ങും. സോ ഇതെല്ലാം പിടിക്കും. എല്ലായിടത്തും CCTV ഉള്ളതുകൊണ്ട്. ദെൻ 6:15 എല്ലാം കഴിയും. 6:30 ആകുമ്പോൾ റൂമിലെത്തും. 7:15 പിന്നെയും കുളിച്ചൊരുങ്ങി ഡ്രസ്സെല്ലാം ഇട്ട് ടൈ എല്ലാം ഇടണം, എന്നാലേ ഫുഡ് കിട്ടത്തുള്ളൂ. സോ കുളിച്ച് കുട്ടപ്പനായിട്ട് ടൈ എല്ലാം ഇട്ട് ഫുഡ് കഴിക്കാൻ പോകും. അറൗണ്ട് 8:30 വരെയാണ് ഡിന്നർ ഉള്ളത്. അതിനുശേഷം വീട്ടിൽ പേരൻസിനെല്ലാം വിളിക്കും. 9:15 ഉറങ്ങും. ദിസ് ഈസ് ഇറ്റ്, നത്തിങ് എൽസ്. നോ ടൈം ടു തിങ്ക്, നോ ടൈം ടു എൻജോയ്. ഇറ്റ്സ് ലൈക്ക് എൻ മെഷീൻ പോലെയായിരുന്നു. രാവിലെ തുടങ്ങിയിട്ട് അറിയുന്നത് രാത്രിയായിരിക്കും. ഡ്യൂറിങ് ട്രെയിനിങ് we did not enjoy much, but after training we actually enjoyed it. So
ട്രെയിനിങ് ടൈമിലുള്ള മൊമെൻ്റ് ആർ ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ്സ് ദാറ്റ് അത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് അറിയത്തുള്ളൂ. ഇറ്റ്സ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ്. അതിനേക്കാളും അടിപൊളിയായിരുന്നില്ല പേഴ്സണലി. സോ ഇറ്റ്സ് ബെറ്റർ നോട്ട് ടു സേ ദീസ് തിങ്സ്. Sir, you said that you did your preparations in Delhi. അപ്പോൾ സാറിന് പേഴ്സണലി എന്തെങ്കിലും അഡ്വാൻറ്റേജസ് തോന്നിയിട്ടുണ്ടോ ഡൽഹിയിൽ ചെയ്തുകൊണ്ട് പ്രിപ്പറേഷൻസ്? സോ ഐ വിൽ പുട്ട് ഇറ്റ് പൊളൈറ്റ്ലി. നാട്ടുകാരുടെ അടുത്ത് നിന്ന് ദൂരെ പോയി നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദാറ്റ് അഗെയിൻ ഗോസ് വിത്ത് ദ ഫാമിലി ഓൾസോ. പീസ് ഓഫ് മൈൻഡ് ഉണ്ടായിരുന്നു. യു ആർ എവേ. എ വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഈസ് ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ. ഡിജിറ്റൽ വേൾഡിൽ ഡിടോക്സിഫൈ ഇരിക്കുന്ന വിൽ ബി ഹെൽപ്ഫുൾ. ഐ ആക്ച്വലി ലൈക്ഡ് ഇൻ ഡൽഹി ബിക്കോസ് I had a good team though. ഞങ്ങൾ ബാച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വി ആർ വെരി തിക്ക് ക്ലോസ് ഫ്രണ്ട്സ്, വെരി സീരിയസ് ആസ്പിറൻസ്. ദാറ്റ്സ് ഹൗ ഐ വുഡ് സേ. പലരും സർവീസിലുണ്ട്, അല്ലാത്തവരെല്ലാം വിജയിച്ചിട്ടുണ്ട് ലൈഫിൽ. സോ ഫോർ മീ ഡൽഹി വാസ് ഗുഡ്, ബട്ട് അഗെയിൻ ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. ആൻഡ് ഡൽഹി ഈസ് വെരി കോസ്റ്റ്ലി ഓൾസോ, ടു കോസ്റ്റ്ലി. അവിടെ എല്ലാത്തിനും ഭയങ്കര പൈസ. മിനിമം യു വിൽ ഹാവ് ടു പേ 25,000 rupees per month. അത്ര ഇറ്റ്സ് വെരി കോസ്റ്റ്ലി ഇത്. ദെൻ അഗെയിൻ കോച്ചിങ്ങിന് ഇറ്റ് വിൽ ബി ടു കോസ്റ്റ്ലി. താങ്ക് യു.